ഒരു സിനിമയുടെ മൊത്തം ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 50 തൊട്ട് 60% വരെ. 50-60% പകുതിയിൽ കൂടുതൽ? അതെ, പകുതിയിലേറെ തുക. അത് പലപ്പോഴും ഒരു പ്രധാന നടന്റെ ആ സ്റ്റാറിന്റെ പ്രതിഫലത്തിനു വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോ സിനിമ തുടങ്ങുന്നതിന് മുൻപേ തന്റെ ബഡ്ജറ്റിന്റെ വലിയൊരു പണ്ട് പോയി. ഹിന്ദിയിലൊക്കെ ഒരു ഏകദേശം 50 കോടിയുടെ പടമാണെന്ന് വെക്കുക. അതിലെ 25-30 കോടി വരെ നടൻ മാത്രം കൊടുക്കേണ്ടി വരുന്നു. ഇത് സാധാരണമായിട്ടുണ്ട്. തമിഴിലും ഇതുപോലെ തന്നെയാണോ? വിജയ്, രജനീകാന്ത് പോലുള്ളവർക്ക് ഏകദേശം സമാനമായ അവസ്ഥ തന്നെയാണ് തമിഴിലും. വലിയ താരങ്ങൾക്ക് ഭീമമായ തുക തന്നെയാണ് പ്രതിഫലം. ഷോ, അപ്പോ നിർമ്മാതാവ് വലിയ കടത്തിലാവും തുടക്കത്തിലെ. ഇതിന്റെ കൂടെ വേറൊരു കാര്യവുമില്ലേ? ഈ താരങ്ങൾക്ക് സിനിമയ്ക്ക് പുറത്തുനിന്നും വരുമാനം കിട്ടുന്നത് ഉണ്ട്. അതാണ് അടുത്ത പ്രധാന കാര്യം. അതൊരു വിരോധാഭാസം പോലെയാണ്. കാരണം സിനിമയിലൂടെ കിട്ടിയ ആ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് എൻഡോഴ്സ്മെന്റുകൾ, സ്റ്റേജ് ഷോകൾ, സോഷ്യൽ മീഡിയ, ഇതിൽ നിന്നൊക്കെ വലിയ വരുമാനമാണവർക്ക്. ഏതാണ്ട് എത്ര വരും? വലിയ താരങ്ങളൊക്കെ വർഷം ഒരു 20 കോടി മുതൽ 150 കോടി വരെ ഉണ്ടാക്കുന്നുണ്ട്. 150 കോടിയോ? അതെ. ഇടത്തരം താരങ്ങൾ പോലും ഒരു 5 കോടി തൊട്ട് 40 കോടി വരെയൊക്കെ നേടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സിനിമയോടുള്ളവരുടെ ഒരു പ്രതിബദ്ധത അത് കുറയാൻ സാധ്യതയുണ്ട്.